വളരെ പ്രധാനപ്പെട്ട ഒരു കമൻറ്റ് നമ്മുടെ കമൻറ്റ് ബോക്സിൽ കണ്ടതാണ്. അതിനെക്കുറിച്ചാണ് ഇന്നത്തെ ചർച്ച. വാക്കൻ നോക്ക് എന്ന് പറയുന്ന ഒരു കമൻറ്റ് ഒരു ഐഡിയയിൽ നിന്നാണ് വന്നിരിക്കുന്നത്. ഞാനിത് വായിക്കാം. ഞാനൊരു ആയുർവേദ ആശുപത്രിയിൽ ജോലി ചെയ്യുന്നയാളാണ്. അധികം വയസ്സായവരും സുഖചികിത്സക്കും വരുന്നവരുമാണ്. വരുന്ന അറബികളാണ്. ആശുപത്രിയുമായി ബന്ധപ്പെട്ട സംസാരത്തെക്കുറിച്ച് ഒരു സെഷൻ നടത്തിയ ഉപകാരമായിരുന്നു. ഓക്കെ, അതിൽ ആശുപത്രിക്ക് മുസ്തഷ്ഫ എന്നാണ് പറയുക, ആയുർവേദക്ക് ആയുർവേദ എന്നും അതുപോലെ തന്നെ ഇലാജ് തബീഇ എന്നും പറയാറുണ്ട്. ഇലാജ് തബീഇ എന്ന് ആയുർവേദവുമായി ബന്ധപ്പെട്ട വളരെ പ്രധാനപ്പെട്ട ഒരു വീഡിയോ നേരത്തെ ചെയ്തിരുന്നു. അതിൻ്റെ ലിങ്ക് ഇതിനോടൊപ്പം കൊടുക്കുകയും ചെയ്യാം. അപ്പോൾ ഇതിലേക്ക് നമുക്ക് പറയാനുള്ളത് ഈ ഗദ്യം ലക്ക്, അപ്പോൾ വയസ്സായ ആൾക്കാരാണ് വരാറുള്ളതെന്ന്. അപ്പോൾ അവരെ വിളിക്കുമ്പം യാ ഷെയ്ബ എന്ന് വിളിക്കരുത്. ചിലരങ്ങനെ വിളിക്കുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. എടാ കിളവാന്ന് അതിൻ്റെ അർത്ഥം. അങ്ങനെ നമ്മൾ പറയില്ലല്ലോ ബഹുമാനം കൊടുക്കുന്ന ഒരാളോട്. അപ്പോൾ യാ ഷേഖ് എന്ന് വിളിക്കുക. ഷെയ്ബ എന്ന് അവരെക്കുറിച്ച് നമുക്ക് പറയാം, ഒരു കിളവനാണ്, പ്രായമുള്ള ആളാണ്, അത് ഷെയ്ബ എന്ന് പറയുന്നത്. യാ ഷേഖ് നിഗദ്ദിം ലക് അഹ്സൻ ഇലാജ്, നിഗദ്ദിം ലക് അഹ്സൻ ഇലാജ്, നിങ്ങൾക്ക് ഞങ്ങൾ നല്ല ചികിത്സ നൽകാം. അപ്പം നിഗദ്യം എന്നാണ്. ആതീക്ക് എന്ന് പറയുന്നതിലും ഭേദം നിഗദ്യം. ഗദ്ദം തന്നെ സമർപ്പിക്കുക എന്ന അർത്ഥവും കൂടിയുണ്ട്. എല്ലാം ബഹുമാനിച്ചുകൊണ്ട് ഉപയോഗിക്കുന്നത് അറബികളുടെ സ്റ്റൈലാണ്. മറ്റൊന്ന്, ഇവിടെ അവർ കൊടുക്കുന്ന ചികിത്സ, അതായത് നിങ്ങളൊക്കെ ആയുർവേദ ആശുപത്രിയിൽ കൊടുക്കുന്ന പ്രധാനപ്പെട്ട ചികിത്സ മസാജുകളായിരിക്കുമല്ലോ. മസാജിന് സാധാരണ പറയുക തദ്ലീക്ക് എന്നാണ്. അപ്പോൾ തദ്ലീക്ക് ബദൻ കാമിൽ, ശരീരം ഫുൾ ബോഡി മസാജ്. ഇങ്ങനെ തദ്ലീക്ക് ബദൻ കാമിൽ, ശരീരം മുഴുവനുള്ള മസാജ്. അതുപോലെ തന്നെ മസാജിൽ നിങ്ങൾ ഉപയോഗിക്കുന്ന ഒരു സുയൂത്ത് അൽ അഷാബാണ്. സുയൂത്ത് അൽ മുസ്തഖ്ലസ് അൽ അഷാബ് എന്നൊക്കെയാണ് പറയുക. അത്രത്തോളം പറയാൻ ചിലപ്പോൾ കഴിഞ്ഞോളുന്നത്. മുസ്തഖ്ലസ് എന്ന് പറയുന്നത് സാധാരണ ആ നീര് പിഴിഞ്ഞുണ്ടാക്കുന്ന കുഴമ്പ് നമ്മൾ പറയും. നീര് പിഴിഞ്ഞുണ്ടാക്കുന്ന കുഴമ്പ് തൈലം ഉണ്ടല്ലോ, അതിനാണ് മുസ്തഖ്ലസ് എന്നിവർ പറയാം. മുസ്തഖ്ലസ് എന്ന് പറയുന്നൊരു വാക്കൊന്നല്ല. മുസ്തഖ്ലസ് മിനൽ അഷാബ് എന്നാണ്. അതിൻ്റെ ക്രീം, അതായത് അതിൽ നിന്ന് കിട്ടുന്ന സത്തക്കാണ് മുസ്തഖ്ലസ് എന്ന് പറയാം. ഓക്കെ, അപ്പോൾ അത് നിങ്ങൾക്കതിൽ ഉപയോഗിക്കാം. സുയൂത്ത് അഷാബ്. അഷാബ് എന്ന് പറഞ്ഞാൽ മരങ്ങളാണ്. ആയുർവേദ മരങ്ങൾക്കാണ് അഷാബ് എന്ന് പറയാം. അപ്പോൾ ആ കൊള്ളികളൊക്കെ ഉണ്ടല്ലോ, അതിനാണ് പറയാം. ഇതിൽ നിന്ന് ഉണ്ടാക്കിയെടുക്കുന്ന മരുന്നാണ് നിങ്ങൾക്ക് ചികിത്സയ്ക്ക് എന്ന് പറയാം. അതുപോലെ തന്നെ മറ്റുള്ളത് ദവ ഉണ്ട്. അവിടെ ദവ എന്ന് പറയുന്നത് ഇലാജിൽ ദവയുമുണ്ട് തദ്ലീക്കുമുണ്ട് എന്ന് നിങ്ങൾക്ക് പറയാമല്ലോ. ദവ എന്ന് മെഡിസിനാണ്. ദവ അൽ ആയുർവേദ എന്ന ഇന്ത്യയുടെ പരമ്പരാഗത ചികിത്സയാണ്. ഈ പരമ്പരാഗതക്ക് തഖ്ലീദിയ എന്നാണ് പറയാൻ. ഓക്കെ, ഇലാജ് ആയുർവേദ അത്തഖ്ലീദിയ, പരമ്പരാഗത ആയുർവേദ ചികിത്സയാണ്. ലൈസലഹ അറാദ് ജാനിബിയ, ലൈസലഹ അറാദ് ജാനിബിയ, അതിന് സൈഡ് എഫക്റ്റ് ഇല്ലാണ്. അറാദ് ജാനിബിയ എന്ന സൈഡ് എഫക്റ്റാണ്. അപ്പോൾ സൈഡ് എഫക്റ്റ് ഇല്ലാത്ത വളരെ നല്ലൊരു ചികിത്സാ രീതിയാണ് ആയുർവേദ ചികിത്സ എന്ന് മാത്രമല്ല, അത് ഇന്ത്യയുടെ 3000 വർഷത്തെ പഴക്കമുള്ള ഒരു പാരമ്പര്യ ചികിത്സ കൂടിയാണ്. അത്രയും അംഗീകാരമുള്ള ഒരു ചികിത്സയാണ്. ഓക്കെ, അതോടൊപ്പം നമ്മുടെ കമൻറ്റ് ചെയ്ത വ്യക്തിക്ക് അറിയേണ്ടത് ഒരു പക്ഷേ ബേസിക് നോളജി ആണെങ്കിൽ, അപ്പോൾ സാറെ കടന്നു വരൂ. ഫദലിയ ഷേഖ് ഷിനു അഖ്ദിമക്ക് അമ്മി, എന്താണ് അങ്ങേക്ക് ഞങ്ങൾ സേവനം ചെയ്യേണ്ടത്? അൻദന ഇലാജ് മിൻ എന്തന ഇലാജ് ആയുർവേദ, ഞങ്ങൾക്ക് ആയുർവേദ ചികിത്സയുണ്ട്. എന്തന ഇലാജ് മിൻ കുല്ലി നാഹിയ, എന്തന ഇലാജ് മിൻ കുല്ലി നാഹിയ, എല്ലാ മേഖലയുടെ ചികിത്സയും ഞങ്ങൾക്കുണ്ട്. ഇപ്പം യൂനാനി എന്ന് പറയും, അതിന് ഊനാനി എന്നാണ് അറബിയിൽ എഴുതാറുള്ളത്. ഊനാനി എന്ന് എഴുതും. അതുപോലത്തെ ചികിത്സാ രീതികളൊക്കെ അറബിയിലേക്ക് നിങ്ങൾ അങ്ങനെ തന്നെ മാറ്റി പറഞ്ഞാൽ മതി. കാരണം അതൊന്നും അറബ് നാട്ടിൽ ഫേമസ് അല്ലാത്ത ചികിത്സാ രീതികളാണ്. അതിന് ടാബ്ലറ്റ് എന്തന ഹുബൂബ്, നിങ്ങൾക്കതിന് ടാബ്ലറ്റുകളുണ്ട്. അതുപോലെ തന്നെ സിറപ്പിന് ഷറാബ് എന്നാണ് പറയുക. അറബി ഇംഗ്ലീഷ് നല്ല യോജിപ്പുണ്ട്. ഷറാബ് എന്തന ഷറാബ് എന്ന് പറയും. അതിന് സിറപ്പുകളുണ്ട്, അങ്ങനെയൊക്കെ നിങ്ങൾക്ക് പറയാം. അപ്പം അതുകൊണ്ട് അദ്ദേഹത്തെ ട്രീറ്റ് ചെയ്യാൻ, അതുപോലെ തന്നെ അദ്ദേഹത്തിന് ആവശ്യമായ ചികിത്സാ സമയത്ത് കിടക്കാനുള്ള താമസ സൗകര്യം എന്തന സെക്കൻഡ് മുരീഹ മുംത്യ, വളരെ നല്ല കംഫർട്ടബിളായ താമസ സൗകര്യവും ഞങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. ഇങ്ങനെയൊക്കെ നിങ്ങൾക്ക് പറയാമല്ലോ. طيب الله يرضى عليكم إذا أنتم تبغون أكثر من المعلومات، مزيد من المعلومات، تابعوا وراءنا. احنا موجودين في كل يوم الجمعة. الله يحفظكم. شكرا، مع السلامة.